പിതാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു മായാത്ത മുദ്ര പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ചാർത്തപ്പെട്ടിരിക്കുക. ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഈ കൃപ, അഭിഷേകം ഒരിക്കലും നമ്മിൽ നിന്നും നഷ്ടപ്പെടുകയില്ല. നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ഏറ്റവും കൃപയോടെ മുന്നേറുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പ്രിയമുള്ളവരെ നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന അഭിഷേക വചനം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 27-ാം തിരുവചനം. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. എന്തു ചെയ്യണം, എങ്ങനെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം, പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിച്ചോളും. അവരും ഇവരും പറയുന്നത് കേട്ട്, ലോകം പറയുന്നത് കേട്ട്, ലോകത്തിൻ്റെ മായാമോഹങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടവരല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ മുദ്ര ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും വ്യാപരിക്കണം. അതിനു വേണ്ടിയിട്ടായി പ്രത്യേകിച്ച് പന്തക്കുസ്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം നയിക്കും. ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ, ജീവിതത്തിൻ്റെ സഹനവേളകളിൽ, ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരെയും നയിക്കും. വലിയൊരു പ്രത്യാശയാണ് ഈ ദിനത്തിൽ നമുക്ക് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ ഉദ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും നിരാശയിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു പുതു ചൈതന്യത്തിൻ്റെ നിറവ്, ഈ ഒരു പുത്തൻ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തെ പ്രത്യാശയിലേക്കും പുതുജീവിതത്തിലേക്കും കൈപിടിച്ച് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ഇന്നിൻ്റെ എല്ലാ ജീവിത ദൗത്യ മേഖലകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായി പകർന്നു നൽകുന്ന ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും